ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇതൊരു വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അവരെ ഉറക്കാൻ കിടത്തിയിട്ട് പിന്നെ കുളിക്കാൻ പോയേ. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുങ്ങണം കേട്ടോ. ഒരുങ്ങിയിട്ട് വേണം റീലെടുക്കാനായിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, വൈറ്റ് ടോണും പിന്നെ ഒരു കാജളും ഒരു മാൾസിൻ്റെ ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് 4 റീലും കൂടെ ഒരുമിച്ച് അങ്ങനെ എടുത്തിട്ട് എന്നിട്ടാണ് പിന്നെ ടൈമിനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പൈനാപ്പിൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ പഴുത്തിട്ട് നല്ല മണം വരണ്ടായിരുന്നു കേട്ടോ. അടുക്കളയ്ക്ക് കയറുമ്പോൾ നല്ല മണം വരണുണ്ടായേ. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവർക്ക് പിറ്റേ ദിവസം സ്കൂളിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്കൂളിൽ കൊടുത്തയക്കുകയും ചെയ്യാം, പിന്നെ അതുകൊണ്ട് കുറച്ച് ഒരു മോരുകറിയും വെക്കാം. പിന്നെ ഇവർക്കും പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, സാബുക്കാക്കും ഇഷ്ടമാണ്. അപ്പോൾ ജ്യൂസ് അടിച്ചില്ല കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് ഇവർക്കും ആച്ചുവിനും മുർഫോനും പിന്നെ സാബുക്കാക്കും വേണ്ടി ഞാൻ പാത്രത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരെണ്ണെടുത്ത് തിന്നണ്ടേ, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ ഉറക്കത്തിൽ നെണിച്ചപ്പോൾ ഇവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കഴിച്ചിട്ടാ. പിന്നെ കുറച്ച് നേരം ഒന്ന് പഠിപ്പിച്ചിട്ടാ. പിറ്റേ ദിവസം സ്കൂളുള്ള വിചാരത്തിലാണ് കുറച്ച് നേരം ഒന്ന് പഠിപ്പിച്ച്. അപ്പോഴേക്കും ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. എഴുത്. പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സാബുക്കാനെ കാത്തിരുന്നേ. സാബുക്കാനെ കാത്തിരുന്നിട്ട് സാബുക്കാനെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഞാൻ കുറച്ച് നേരം TV വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അവരവിടെ ഒന്ന് കണ്ടുകൊണ്ടിരുന്ന്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സാബിക്ക വന്നപ്പോഴേക്കും പിന്നെ വേറെ എവിടെയോ പോകാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ സാബിക്കക്ക് താക്കോൽ എടുത്ത് കൊടുക്കണത് ഇർഫോണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആളാണ് കേട്ടോ ഓർപ്പിച്ച് കൊടുക്കുന്നത്. അച്ചുവിനേക്കാളും ആളാണ് കേട്ടോ, കുറച്ചും കൂടെ കെയറിങ് ആയിട്ടുള്ളത് ആളാണ് കേട്ടോ. അപ്പോൾ വാപ്പാടെ സ്വഭാവം ആൾക്കാണ് കുറച്ചും കൂടെ കിട്ടിയേക്കണത്. പിന്നെ നമുക്ക് രാത്രികൾക്ക് ചോറിനായിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മുട്ട ചിക്കൻ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ സാമ്പാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു മുട്ട ചിക്കൻ എന്ന് വിചാരിച്ചിട്ടാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ഓൾറെഡി നമ്മൾ സ്റ്റോക്കാക്കി വെക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഉള്ളിയും മറ്റേ പച്ചമുളകും ഉപ്പും മുളകും ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിക്കി എടുക്കുമ്പോൾ സാബുക്കായാലും മക്കൾക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, വെറുതെ വറുത്ത് കൊടുത്താലും ഇഷ്ടമാണ് കേട്ടോ. സാബുക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങ ഇട്ട് വറുക്കണം കേട്ടോ. അതിന് നമ്മളെ സാമ്പാറുണ്ടായിരുന്നു, നല്ല കുറുകിയ സാമ്പാർ, ഇന്നലത്തെ സാമ്പാറായിരുന്നു. പക്ഷെ കുറച്ച് പരിപ്പ് കൂടിപ്പോയിട്ട് അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എനിക്കങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ അങ്ങനെ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ പറ്റി അങ്ങനെ പോയിട്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മുട്ടക്കായപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഫുഡ് കഴിച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളുണ്ടെന്നുള്ള വിചാരത്തിലാണ് വേഗമൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വേഗം കഴിക്കണേ, അവരെണീപ്പിക്കണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ തന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. അങ്ങനെ വേഗമൊക്കെ പാത്രമൊക്കെ കഴുകാനെന്ന് പിന്നെ ഇവർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവരെ ചുമ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും മാറിയിട്ടില്ല. 2 പേർക്കും ചുമ പിടിച്ചിട്ടാ. ഭാഗ്യത്തിന് പനിയൊന്നും വന്നിട്ടില്ല. അച്ഛനാരിൽ ഇർഫോനായാലും മരുന്ന് കുടിക്കാൻ വലിയ മടിയില്ല കേട്ടോ. പിന്നെ നല്ല മധുരമുള്ളൊക്കെ മരുന്ന് നോക്കുമ്പോൾ വേഗം കുടിച്ചോളും. ഇപ്പോൾ ക്യാമറ കണ്ടിട്ടാണ് ഈ തുള്ളിച്ചാടുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനവിടെ അടിക്കാനിരുന്നേ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ പച്ചരി വെള്ളത്തിലിടുന്നുണ്ട്. പിന്നെ മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിറ്റേ ദിവസം കഴുകാം എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മൾ അടുക്കളൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എനിക്ക് നല്ല പോസിറ്റീവ് ഫീൽ ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.